Okay, next one, main teachings. Page number 54 le baki main teachings. The main teachings of the Buddha are the four noble truths and the eightfold path or the Ashtangika Marga. So main teachings of Buddha, ബുദ്ധന്റെ main teachings എത്രയുണ്ട്? 4 സത്യങ്ങളാണ് അല്ലെ? 4 truths and eightfold path or the അഷ്ടാംഗിക മാർഗ. അതായത് ബുദ്ധൻ പറയാണ് ബുദ്ധന്റെ അഷ്ടാംഗ മാർഗങ്ങൾ കേട്ടിട്ടുണ്ടോ മലയാളത്തിലെ? അഷ്ടാംഗ മാർഗങ്ങൾ 8 വഴികൾ അദ്ദേഹം പറയുന്നുണ്ട്. 4 നോബിൾ ട്രൂത്ത്സും 8 മാർഗങ്ങളും 8 വഴികളും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ 4 മാർഗങ്ങൾ നോക്കാം. മെയിൻ ടീച്ചിങ്സ് ഓഫ് ബുദ്ധയിലെ 4 ട്രൂത്ത്സ്. ഫസ്റ്റ് വൺ, the world is full of suffering. World is full of suffering. The main cause of suffering is desire. Third one must get rid of desire to end suffering. To end desire and hence suffering, one must follow the eightfold path. These are the 4 noble truths of Buddha. The main teachings of Buddha are the 4 noble truths and eightfold path, that is Ashtangika Marga. Clear? The 4 noble truths are world is full. The world is full of sorrow. എന്താ പറഞ്ഞേ? ലോകം മുഴുവൻ എന്താണ്? ദുഃഖങ്ങളാണ്. ലോകത്തിന് മുഴുവൻ എന്താ ഉള്ളത്? ദുഃഖങ്ങളാണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയാണ് the main cause of suffering is desire. എല്ലാത്തിനും കാരണം, എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്താ? ആഗ്രഹമാണ്. സത്യല്ലേ? സത്യല്ലേ? ലോകത്ത് മുഴുവൻ ദുഃഖങ്ങളല്ലേ? ദുഃഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, മുഴുവൻ full of sorrows. Then പിന്നെ പറയാ ഓരോ സഫറിങ്സിനും കാരണം ആഗ്രഹങ്ങളാണ് അല്ലെ? നമുക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ ദുഃഖം ഉണ്ടാവുന്നത്. സെക്കൻഡ് വൺ. തേർഡ് ട്രൂത്ത് അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ സത്യം ഇതാണ്, one must get rid of desire to end suffering. എന്താ പറഞ്ഞേ? one must get rid of desire. നമ്മൾ എത്ര ആഗ്രഹിക്കുന്നു? to end suffering. നമ്മളെ മരിക്കുന്നവരെ, നമ്മുടെ അവസാനിക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുന്നു അല്ലെ? നമ്മുടെ ആഗ്രഹം എപ്പോഴെങ്കിലും തീരുന്നുണ്ടോ? നമ്മൾ വിചാരിക്കുമോ എനിക്കൊരു വീടായിരുന്നെങ്കിൽ, നല്ല 2 നില വീടൊക്കെ കെട്ടി ഇങ്ങനെ നിൽക്കണം അല്ലെ? അങ്ങനെ വിചാരിക്കുമ്പോൾ ഒരു കാർ കിട്ടിയിരുന്നെങ്കിൽ, ആ കാർ ആയി കഴിയുമ്പോൾ വിചാരിക്കും കാറിന്റെ കൂടെ എനിക്കൊരു സ്പീഡ് അല്ലെ? അത് കാർ കുറച്ചും കൂടെ ബെറ്റർ ഉള്ള ഒരു കാർ വാങ്ങിയിരുന്നെങ്കിൽ. അങ്ങനെ നമ്മൾ ഓരോ ദിവസം നമ്മുടെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും, കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്ന് മരിക്കുന്നോ അന്ന് വരെ നമുക്ക് ആഗ്രഹങ്ങളാണ് അല്ലെ? അല്ലെ? Then fourth one, to end desire and hence suffering, one must follow the eightfold path. To end desire, ആഗ്രഹം അവസാനിക്കുന്നതിന്, hence suffering, one must follow the fold path. എന്ത് ചെയ്യണം? നമ്മൾ ഈ ആഗ്രഹങ്ങളൊന്നും ഈ ദുഃഖങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു 8 മാർഗങ്ങൾ, 8 വഴികൾ അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് സങ്കടങ്ങളും ദുഃഖങ്ങളും നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു 8 മാർഗം, അത് എന്താ പറയാ, ആ വഴിയിലൂടെ നമുക്ക് എന്തിലെത്താൻ പറ്റും? എന്തിലെത്താൻ പറ്റും? സന്തോഷത്തിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ അദ്ദേഹം പറയാണ് 4 നോബിൾ ട്രൂത്ത്സും 8 പാത്സും. പാത്ത് മീൻസ് വഴികൾ, 8 അഷ്ടാംഗ മാർഗങ്ങൾ. 4 നോബിൾ ട്രൂത്ത്സ് ഓഫ് ബുദ്ധ ആർ the world is full of sorrow. The world is full of sorrow. Main cause of suffering is desire. Then one must get rid of desire to end suffering. The end desire and hence suffering, one must follow the eightfold path. Clear? Next one is eightfold path or Ashtangika Margas. Eightfold path is known as Ashtangika Margas. What are the Ashtangika Margas? What are the Ashtangika Margas? First one, right thought, right belief, right speech, right action, right means of livelihood, right effort, right memory, right meditation. 8 മാർഗങ്ങൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ അഷ്ടാംഗ മാർഗങ്ങൾ 8 ഉണ്ട്. അഷ്ടാംഗം എന്ന് പറഞ്ഞാൽ, അഷ്ടം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? 8 ആണ് അല്ലെ? അഷ്ടാംഗ മാർഗാസ്. റൈറ്റ് തോട്ട്, ശരിയായ ചിന്ത. റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം. റൈറ്റ് സ്പീച്ച്, ശരിയായ സംസാരം. റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. റൈറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ശരിയായ ജീവിതം. റൈറ്റ് എഫേർട്ട്, റൈറ്റ് മെമ്മറി, റൈറ്റ് മെഡിറ്റേഷൻ. ഹരിനന്ദ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ കയറാതിരുന്ന? ഹരിനന്ദ് ഉറങ്ങി എഴുന്നേറ്റില്ലേ?
മിസ്സേ ഞാൻ ടൈം ടേബിൾ ചൊവ്വാഴ്ചതാന്ന് വിചാരിച്ചു. ലിങ്ക് കാണണേ, ലിങ്ക് മിസ് സെൻഡ് ചെയ്തിരുന്നത് കാണണേ. ഇപ്പൊ ശ്രദ്ധിക്ക. അപ്പൊ നമ്മൾ പറഞ്ഞു 4 നോബിൾ ട്രൂത്ത്സും 8 അഷ്ടാംഗ മാർഗം. ബുദ്ധന്റെ അഷ്ടാംഗിക മാർഗങ്ങൾ പറഞ്ഞു. 1 റൈറ്റ് തോട്ട്, റൈറ്റ് ബിലീഫ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മെമ്മറി, റൈറ്റ് മെഡിറ്റേഷൻ. ക്ലിയർ? ഓക്കെ ആണോ? ആർ യു ഓക്കെ? ഓക്കെ. Next paragraph. The Buddha believed that the eightfold path led a person to the middle path, that is, a balanced life or a life of moderation. He said that a person should neither live in a great luxury nor but to give up everything and suffer. Leading in balanced life would help a person attain moksha and nirvana. Voice okay? Buddha believed that the eightfold path led a person to the middle path. എന്താ പറഞ്ഞേ? ബുദ്ധ വിശ്വസിക്കാണ് ഈ 8 വഴികള്, അതായത് റൈറ്റ് തോട്ട്, റൈറ്റ് ബിലീഫ്, റൈറ്റ് സ്പീച്ച്, റൈറ്റ് ആക്ഷൻ, റൈറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, റൈറ്റ് എഫേർട്ട്, റൈറ്റ് മെമ്മറി ആൻഡ് റൈറ്റ് മെഡിറ്റേഷൻ. ദീസ് ആർ ദ അഷ്ടാംഗിക മാർഗാസ്. ദെൻ ഈ 8 മാർഗങ്ങൾ നമ്മൾ ഫോളോ ചെയ്യാൻ നമുക്ക് ഇവിടെ എത്താൻ പറ്റുന്ന പറഞ്ഞേ? മിഡിൽ പാത്തിൽ എത്താൻ പറ്റുന്നതാണ് ആര് പറഞ്ഞേ? നമ്മുടെ ബുദ്ധ പറഞ്ഞത്. അതായത് എന്താ മിഡിൽ പാത്ത് നോക്ക്. That is a balanced life or a life of moderation. ഒരു ബാലൻസ്ഡ് ലൈഫ് അല്ലെങ്കിൽ ഒരു ലൈഫ് ഓഫ് മോഡറേഷൻ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ക്ലിയർ? Then he said that a person should neither live in a greater luxury, അതായത് ഒരു മനുഷ്യൻ നല്ലൊരു ലക്ഷറി ആയ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും nor should he give up everything and suffer. എന്ത് നല്ല വീട്ടിൽ നിന്നാൽ നമ്മൾ എന്ത് വന്നാലും അനുഭവിക്കാൻ റെഡി ആവണം അല്ലെ? Leading a balanced life would help a person attain moksha and nirvana. അപ്പൊ 8 കാര്യങ്ങൾ, 8 അഷ്ടാംഗ മാർഗങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു മിഡിൽ പാത്ത് ലൈഫ് ലഭിക്കും, അതായത് ലൈഫ് ഓഫ് മോഡറേഷൻ ലഭിക്കും. അങ്ങനെ 8 കാര്യങ്ങൾ നമ്മൾ നേടിയാൽ, 8 കാര്യങ്ങൾ നമ്മൾ ചെയ്തതിൽ സക്സസ് ആവുകയാണെങ്കിൽ we attain moksha, we can attain moksha or nirvana. നമുക്ക് എന്ത് കിട്ടും? മോക്ഷം കിട്ടും. എളുപ്പമാണ് മോക്ഷം കിട്ടാൻ അല്ലെ? ഇറ്റ് ഈസ് ടു ഈസി. ആഗ്രഹങ്ങൾ പാടില്ല. നമുക്കത് പറ്റുമോ? നമ്മളെ കൊണ്ട് പറ്റുമോ ആഗ്രഹിക്കാതിരിക്കാൻ? ആഗ്രഹങ്ങൾ നിർത്തിയാൽ നമുക്ക് എന്തില്ല? സങ്കടങ്ങളില്ല. പക്ഷെ നമുക്ക് എന്ത് പറ്റില്ല? പറ്റില്ല? ആഗ്രഹങ്ങൾ നിർത്താൻ നമുക്ക് പറ്റില്ല അല്ലെ? അപ്പൊ തന്നെ തീർന്നില്ലേ അല്ലേ? അല്ലേ ഹരി? ഇടക്കിടക്കെ നമ്മൾ ഓരോന്ന് ചോദിക്കും അല്ലേ? നമ്മൾ ആഗ്രഹങ്ങൾ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ നിർത്തി നമുക്ക് എന്തില്ല? സങ്കടങ്ങള് ഇല്ല. ഓക്കെ. അപ്പൊ അത് നടക്കുന്ന കാര്യമല്ല അല്ലേ? ജസ്റ്റിസേ, മോക്ഷം കിട്ടുക എന്നുള്ള കാര്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അവിടെ ജസ്റ്റിസ് ഇന്ന് മുതൽ ഒന്നും ആഗ്രഹിക്കൂല അല്ലെ ജസ്റ്റിസേ? 8 മാർഗങ്ങളും ജസ്റ്റിസ് ഫോളോ ചെയ്യും. നോക്കട്ടെ ആരൊക്കെ ചെയ്യുന്നു. റൈറ്റ് തോട്ട്, ശരിയായ ചിന്ത. റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം. റൈറ്റ് സ്പീച്ച്, ശരിയായ സംസാരം. ഇത് പാടില്ല, ആരുടെ കുറ്റം പറയാൻ പാടില്ല, കുറവ് പറയാൻ പാടില്ല, അമ്മേനെ അച്ഛനെ ചീത്ത പറയാൻ പാടില്ല, അനിയത്തിനെ അടിക്കാൻ പാടില്ല, അനിയനെ അടിക്കാൻ പാടില്ല, കുശുമ്പ് കുത്താൻ പാടില്ല. അപ്പൊ ഇന്ന് ഓരോ നല്ല കുട്ടികളല്ലേ അല്ലേ? ഓക്കെ, ഡൺ. Okay, then next paragraph. The Buddha did not approve of rituals and animal sacrifices. He laid stress on ahimsa or non-injury to all living things. He was against the caste system and wanted all people to be treated equally. എന്താ പറഞ്ഞേ? Buddha did not approve of rituals and animal sacrifices. അദ്ദേഹത്തിന് എന്ത് ഇഷ്ടമില്ല? മൃഗങ്ങളെയൊക്കെ കൊല്ലുന്ന ഇഷ്ടമാണോ? ആരെങ്കിലും കൊല്ലുന്ന ഇഷ്ടമാണോ? അല്ല. He laid stress on ahimsa or non-injury to all living beings. He didn't like to kill anything. Alle? Yes.
Then he laid stress on ahimsa or non-injury. അതായത് ഒന്നിനെ പരിക്കേൽപ്പിക്കുന്നതോ ഒന്നിനെ കൊല്ലുന്നൊന്നും നമ്മുടെ ബുദ്ധൻ അല്ലെങ്കിൽ സിദ്ധാർത്ഥനെ ഇഷ്ടമില്ല. He was against the caste system. എന്താ കാസ്റ്റ് സിസ്റ്റത്തിന് എതിരായിരുന്നു. നമ്മൾ പറഞ്ഞു ഫോർ വർണ്ണാസ് കാസ്റ്റ് സിസ്റ്റം പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. These were the four castes, four varnas. അല്ലെ, Brahmins is the higher class people. Then they were engaging in teaching Vedas. Then next one, Kshatriyas. Kshatriyas as warriors. Fought wars. Then third one, Vaishyas. Vaishyas are the traders or agriculturists. Last one, Shudras. Shudras were serving the above 3 classes. Clear? മനസ്സിലായോ മക്കളെ? അപ്പൊ അദ്ദേഹത്തിന് കാസ്റ്റ് സിസ്റ്റം ഇഷ്ടമില്ല, ഒന്നിനെയും കൊല്ലുന്നതും ബുദ്ധന് ഇഷ്ടമില്ല. ഇത്രയും കാര്യങ്ങളാണ് ബുദ്ധന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അടുത്ത സംഖ്യയൊക്കെ വരുന്നത് പറയാം. ഇത്രയും മനസ്സിലായോ ബുദ്ധന്റെ കാര്യങ്ങള്? Next, the Sangha. The Buddha and his disciples established many monasteries, viharas. Some monasteries, especially in Western India, were cut out in the hills. Buddhist monks lived in these monasteries. They stayed together in the Sangha. Both men and women could join the Sangha. The monks and nuns led a simple life, meditated much of the time, and collected the teachings of the Buddha. These monasteries were also centers of education. Monks and nuns taught others. എന്താ മക്കളെ മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞാല്? എന്താ മൊണാസ്ട്രീസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും മൊണാസ്ട്രി എന്ന് പറഞ്ഞാല്? എന്താ മൊണാസ്ട്രി എന്ന് പറഞ്ഞാല്? പറ. മൊണാസ്ട്രി എന്താ മൊണാസ്ട്രി എന്ന് പറഞ്ഞാല്? അത് മിസ്സേ ഓരോ ഇങ്ങനെ മഠങ്ങൾ പോലത്തെ സ്ഥലങ്ങളൊക്കെ അതന്നെ സന്യാസിമാർ താമസിക്കുന്ന മഠങ്ങൾ പോലെ. ഇപ്പൊ ബുദ്ധ ആൻഡ് ഹിസ് ഡിസിപ്പിൾസ് എസ്റ്റാബ്ലിഷ്ഡ് മെനി മൊണാസ്ട്രീസ്. അതായത് ഈ എന്താ പറയാ സന്യാസിമാരൊക്കെ താമസിക്കുന്ന മഠങ്ങള് അല്ലെ, വിഹാരാസ്. അതിന് വിഹാരാസ് എന്ന് പറയും. സം മൊണാസ്ട്രീസ് എസ്പെഷ്യലി ഇൻ വെസ്റ്റേൺ ഇന്ത്യ വർ കട്ട് ഔട്ട് ഇൻ ദ ഹിൽസ്. അതായത് വെസ്റ്റേൺ ഇന്ത്യയിൽ ഒരുപാട് മൊണാസ്ട്രീസ് ഉണ്ട്. അത് ഏതിലാ കട്ട് ചെയ്യില്ലേ? കട്ട് ഔട്ട് ഇൻ ദ ഹിൽസ്. Buddhist monks lived in these monasteries. അത് ബുദ്ധ സന്യാസിമാര്, മോങ്സ് മീൻസ് മോങ്സ് എന്ന് പറഞ്ഞാൽ MONKS മോങ്സ്, സന്യാസിമാര്. ബുദ്ധ സന്യാസിമാര് ഇങ്ങനെയുള്ള മൊണാസ്ട്രീസിലാണ് താമസിച്ചത്. അതായത് ഈ കല്ലുകൊണ്ടുണ്ടാക്കിയ ഹില്ലില് കട്ട് ചെയ്തെടുക്കാം. They stayed together in the Sangha. ഇവരെന്ത് ചെയ്യും? ഒരുമിച്ച് താമസിക്കും. എവിടെ? സംഘയില് അല്ലെ, സംഘ. Both men and women could join the Sangha. ആണുങ്ങളും പെണ്ണുങ്ങളും, അതായത് ലേഡി മോങ്സും ജെന്റ്സും, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും സന്യാസിമാരുണ്ടാവും അല്ലേ ഹലീമ? സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എന്ത് ചെയ്യും? ഈ സംഘയിൽ ജോയിൻ ചെയ്യും. The monks and nuns led a simple life, meditated much of the time, and collected the teachings of the Buddha. എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ആൾക്കാര്, അതായത് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള ഈ സ്ഥലത്ത് താമസിച്ചിട്ട് അവർ ബുദ്ധന്റെ ടീച്ചിങ്സ് പഠിക്കും. ബുദ്ധനെ കുറിച്ച് ബുദ്ധൻ കുറെ ടീച്ചിങ്സ് പറഞ്ഞില്ലേ, അതൊക്കെ അവര് പഠിക്കും. These monasteries were also centers of education. അങ്ങനെ ഈ മൊണാസ്ട്രീസ് ഒക്കെ ഇങ്ങനെ ഇവരുണ്ടാക്കിയ ഈ മൊണാസ്ട്രീസ് ഒക്കെ എന്തായി മാറി? എഡ്യൂക്കേഷൻ സെന്ററുകളായി മാറി, വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി മാറി. Monks and nuns taught others. ഇവിടെയുള്ള സന്യാസിമാര്, ഇവിടെയുള്ള nuns എന്ത് ചെയ്യും? മറ്റുള്ളവരെ പഠിപ്പിക്കും. മനസ്സിലായോ? മഠങ്ങളിലൊക്കെ താമസിക്കും. മഠങ്ങളിൽ താമസിക്കും. ഇവർ സംഘയിൽ ചേരും. സംഘയിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ചേർന്ന് അവര് എന്താ നമ്മുടെ ബുദ്ധനെ കുറിച്ചുള്ള ടീച്ചിങ്സ് പഠിക്കും. അതിനുശേഷം പഠിച്ചതായപ്പോ എന്ത് ചെയ്തു? ഈ സെന്റർ ഒക്കെ എഡ്യൂക്കേഷൻ സെന്ററുകളായി മാറി. ഈ മൊണാസ്ട്രീസ് ഒക്കെ എഡ്യൂക്കേഷൻ സെന്ററുകളായി മാറുകയും അവിടെ വരുന്ന ആൾക്കാരെ ഈ മോങ്സ് അല്ലെങ്കിൽ നൺസ് ഇവരെ പഠിപ്പിക്കുകയും ചെയ്തു ബുദ്ധന്റെ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് വൺ ജൈനിസം. അടുത്തതാണ് ജൈനിസം. ജൈനിസം കൊണ്ടുവന്ന ആരാ? ജൈനിസം ആരാ കൊണ്ടുവന്നേ? വർദ്ധമാന മഹാവീര. ബുദ്ധിസത്തിന്റെ ആളാരാ? ഗൗതമ
ബുദ്ധ. ഗൗതമ ബുദ്ധന്റെ പഴയ റിയൽ നെയിം എന്താ? സിദ്ധാർത്ഥ. അദ്ദേഹം 4 നോബിൾ ട്രൂത്ത്സ് പറയുന്നുണ്ട്, 8 ഫാക്ട്സും പറയുന്നുണ്ട്. മാർക്കല്ലേ? നെക്സ്റ്റ് വൺ, വർദ്ധമാന മഹാവീര, സോറി, ജൈനിസം. വർദ്ധമാന മഹാവീര ഈസ് അസോസിയേറ്റഡ് വിത്ത് ജൈനിസം. The Jains believed that Mahavira was the last of the 24 Tirthankaras or great teachers. The first was Rishabhadeva. Their teachings constitute the core of the religion of Jainism. എന്താ പറഞ്ഞേ? വർദ്ധമാന മഹാവീര gave birth to Jainism, isn't it? അല്ലേ? Yes. Then the Jains believe that Mahavira was the last of the 24 Tirthankaras. 24 തീർത്ഥങ്കരന്മാരുണ്ട് എവിടെ? ജൈനിസത്തില്. അല്ലെങ്കിൽ 24 ഗ്രേറ്റ് ടീച്ചേഴ്സ്, അറിയപ്പെടുന്ന 24 തീർത്ഥങ്കരന്മാർ അല്ലെങ്കിൽ ഗ്രേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്. അതില് ലാസ്റ്റ് വണ്ണാണ് ആര്? അവസാനത്തെ തീർത്ഥങ്കരനാണ് ആര്? വർദ്ധമാന മഹാവീര. അവസാനത്തെ, അതായത് ജൈനിസത്തിലെ അവസാനത്തെ തീർത്ഥങ്കരൻ അല്ലെങ്കിൽ ജൈനിസത്തിലെ അവസാനത്തെ ഗ്രേറ്റ് ടീച്ചറാണ് ആര്? വർദ്ധമാന മഹാവീര. The first was ഋഷഭദേവ. ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആരാ? 24 തീർത്ഥങ്കരന്മാരുണ്ട് ജൈനിസത്തില്. അതിൽ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആരാ? ഋഷഭദേവ. ഫസ്റ്റ് തീർത്ഥങ്കരൻ ഋഷഭദേവ, ലാസ്റ്റ് തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീര. ക്ലിയർ? എന്താ തീർത്ഥങ്കരന്മാര് എന്ന് പറഞ്ഞാല്? ഗ്രേറ്റ് ടീച്ചേഴ്സ് അല്ലേ? അല്ലേ? അപ്പം ഈ ജൈനിസത്തിൽ 24 ഗ്രേറ്റ് ടീച്ചേഴ്സ് അല്ലെങ്കിൽ തീർത്ഥങ്കരാസ് ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് തീർത്ഥങ്കര വാസ് ഋഷഭദേവ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വർദ്ധമാന മഹാവീര. ക്ലിയർ മക്കളെ? യെസ്. നെക്സ്റ്റ് പാരഗ്രാഫ്. മഹാവീര വാസ് ബോൺ അറ്റ് കുണ്ടഗ്രാമ നിയർ വൈശാലി in Bihar. His father was the head of the Jnanatriga clan and his mother was a Lichavi princess. പറഞ്ഞു നമ്മുടെ ഗൗതമ ബുദ്ധ ജനിച്ചത് ലുംബിനിയിലാണ് അല്ലെ? ലുംബിനിയിലാണ്. അദ്ദേഹത്തിന്റെ അച്ഛൻ ശാക്യ ചീഫാണ്. അദ്ദേഹത്തിന്റെ ഓൾഡ് നെയിം സിദ്ധാർത്ഥ എന്നാണ് അല്ലെ? ലുംബിനിയിൽ ജനിച്ചത്. പക്ഷേ നമ്മുടെ മഹാവീര ജനിച്ചത് എവിടെയാ? കുണ്ടഗ്രാമയിലാണ്. കുണ്ടഗ്രാമ എവിടെയാ? നിയർ വൈശാലി. വൈശാലിക്കടുത്ത കുണ്ടഗ്രാമത്തില്, അതായത് ബീഹാറിലെ വൈശാലി എന്ന സ്ഥലത്തിനടുത്ത കുണ്ടഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? മഹാവീര ജനിച്ചത്. അദ്ദേഹത്തിന്റെ അച്ഛൻ ഹിസ് ഫാദർ വാസ് ഹെഡ് ഓഫ് ജ്ഞാനത്രിക ക്ലാൻ. അതായത് അദ്ദേഹത്തിന്റെ അച്ഛൻ, ഈ വർദ്ധമാന മഹാവീരന്റെ അച്ഛൻ ജ്ഞാനത്രിക വംശത്തിൽപ്പെട്ട, ജ്ഞാനത്രിക എന്ന് പറയുന്ന വംശത്തിന്റെ ഹെഡ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ലിച്ചാവി പ്രിൻസസ് ആയിരുന്നു, ലിച്ചാവി രാജകുമാരി ആയിരുന്നു. ക്ലിയർ? അപ്പൊ ജൈനിസത്തിൽ പറഞ്ഞ ഇത്രയാണ്. വർദ്ധമാന മഹാവീര gave birth to Jainism. He believed Jains believe that Mahavira was the last Tirthankara or last great teacher. Total Tirthankaras are 24. First Tirthankara was Rishabhadeva and last one is Vardhamana Mahavira. Then Mahavira was born at Kundagramam near Vaishali in Bihar. His father was a head of Jnanatriga clan and his mother was a Lichavi princess. Clear? Mansilaya? Okay. Next one, Just for Truth. At the age of 30, Mahavira left his home. For the next 12 years, he wandered from place to place in search of knowledge. Then one day, while meditating, he realized the truth. Through this knowledge, he conquered both misery and happiness. He came to be known as Dina, the great conqueror. His followers came to be known as Jains. At the age of 30, 30 വയസ്സിലെ Mahavira left his home. Mahavira എന്ത് ചെയ്തു? അവന്റെ വീട് വിട്ടുപോയി അല്ലെ? വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തിനായിരിക്കും? നോക്ക്. ഫോർ ദി നെക്സ്റ്റ് 12 years, അതായത് 30 വയസ്സിൽ അദ്ദേഹം വീട് വിട്ടിറങ്ങി. പിന്നെ 12 വർഷം, അതായത് 42 വയസ്സ് വരെ he wandered from place to place in search of knowledge. 12 വർഷക്കാലം അദ്ദേഹം എന്ത് ചെയ്തു?
അറിവ് അന്വേഷിച്ച് നടന്നു, നോളജ് അന്വേഷിച്ച് നടന്നു. Then one day, while meditating, ഒരു ദിവസം അദ്ദേഹം ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് he realized the truth. അദ്ദേഹം ഈ 12 വർഷം ഇങ്ങനെ അലഞ്ഞിരിഞ്ഞപ്പോൾ ഒരു ദിവസം ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ബോധം വന്നു. എന്താ? അദ്ദേഹം സത്യം തിരിച്ചറിഞ്ഞു. He realized the truth. Though his knowledge, he conquered both misery and happiness. He came to be known as Jinnah, great conqueror. അതിനുശേഷം ഇദ്ദേഹം എന്തറിയപ്പെട്ടു? ജിന എന്നറിയപ്പെട്ടു. His followers came to be known as Jains. Then അദ്ദേഹം ഇങ്ങനെ 40-ാം വയസ്സിൽ വീട് വിട്ട് 42 വയസ്സ് 12 വയസ്സ് വരെ അദ്ദേഹം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു നടന്നു ഒരു ദിവസം അദ്ദേഹം ധ്യാനത്തിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ട്രൂത്ത് എന്താന്ന് അല്ലെങ്കിൽ നോളജ് എന്താന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുകയും ട്രൂത്ത് തിരിച്ചറിയുകയും അതിനുശേഷം അദ്ദേഹം അറിയപ്പെട്ടത് ജിന എന്നാണ്. മനസ്സിലായോ? അദ്ദേഹം ജിന എന്നറിയപ്പെട്ടത് എപ്പോഴാ? After this incident, at the age of 30, Mahavira left his home. About 12 years, he wandered from place to place in search of knowledge. Clear? In search of knowledge. At the age of 30, he left his home, and about 12 years, he wandered from one place to another for search of knowledge. Clear? Then after this incident, he was known as Jinnah. His followers known as Jains. ഇതിനുശേഷമാണ് അദ്ദേഹം അറിയപ്പെട്ടത് ജിന എന്നും അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സിനെ ജെയിൻസ് എന്നും അറിയപ്പെട്ടു. അങ്ങനെയാണ് എന്ത് വന്നത്? ജെയിനിസം എന്ന വാക്കുണ്ടായത്. ക്ലിയർ? Are you okay? Next paragraph. Mahavira traveled from place to place preaching his message. He visited the court of Bimbisara and Ajatashatru. You have read about them in the previous lesson. Mahavira taught in Prague, a language which is the common people spoke. മഹാവീര ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് നിന്ന് ബുദ്ധനെ പോലെ തന്നെ അലഞ്ഞു നടക്കായിരുന്നു. എന്തിനു വേണ്ടി? അദ്ദേഹത്തിന്റെ മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടി. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ഫുൾ ടൈം ഇങ്ങനെ മീറ്റിങ്ങും മെസ്സേജ് സ്പ്രെഡിങ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അങ്ങനെ he visited the court of Bimbisara and Ajatashatru. അദ്ദേഹം എവിടെ എത്തി? ബിംബിസാരന്റെയും അജാതശത്രുവിന്റെയും കോർട്ടിലെത്തി. ക്ലിയർ? ബിംബിസാരനെ കുറിച്ച് പഠിച്ചതാ മുന്നേ ക്ലാസ്സിൽ അല്ലേ? മനസ്സിലായോ? എന്താണ് ജൈനിസം, എന്താണ് ബുദ്ധിസം? മനസ്സിലായില്ലേ? ഇനി അദ്ദേഹത്തിന്റെ മെയിൻ ടീച്ചിങ്സ് ഓഫ് വർദ്ധമാന മഹാവീര. മനസ്സിലായോ മക്കളെ? Okay. Any doubt? Anybody? Have any doubt? No. Can I take the next paragraph? Main teaching. Mahavira believed in leading in simple life. He was against rituals and animal sacrifices. He believed that every living being has a soul. Therefore, one should follow the principle of non-injury and do no harm to any living being. Even the unconscious killing of an ant is a sin. എന്താ പറഞ്ഞേ? മഹാവീര believed in leading a simple life. അദ്ദേഹം എന്താ ആഗ്രഹിച്ചത്? വലിയ വീടൊക്കെ വെച്ച് നല്ല സെറ്റപ്പിൽ ജീവിക്കണം എന്നാണോ? No, he was leading a simple life, not like the luxurious life. Isn't it clear? Yes. Then he was against rituals and animal sacrifices. അതായത് അദ്ദേഹം ആനിമലിനെ കൊല്ലുന്നൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. He believed that every living being has a soul. എല്ലാ മനുഷ്യനും എന്തുണ്ട്? ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും, ജീവനുള്ള എല്ലാവർക്കും ഒരു ആത്മാവുണ്ട് അല്ലെ? ഒരു ആത്മാവുണ്ട്. Therefore, അതുകൊണ്ട് one should follow the principle of non-injury and do no harm to any living being. അതായത് ജീവനുള്ള എല്ലാവർക്കും തന്നെ ഓരോ ആത്മാവുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നിനെയും കൊല്ലാൻ പാടില്ല. അല്ലേ? Then the goal of life, according to Mahavira, was to set the soul free and not to be born again in this world. This could be achieved through the three ratnas or the three jewels of life. These are right belief, right knowledge, and right action. Mahavira believed in leading a simple life. He was against rituals and animal sacrifices. He believed every living
being. Every living being has a soul. Every living being has a soul. So don't kill anything. Clear? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? Every living being has a soul. So don't kill anything. Clear? Yes. Then the goal of life, according to Mahavira, was to set the soul free and not to be born again in this world. Then three ratnas. Three ratnas are right belief, right knowledge, and right action. Three jewels of life. Three jewels of life. നമ്മുടെ ജീവിതത്തിലെ 3 jewels ആണ് ഇതൊക്കെ. റൈറ്റ് ബിലീഫ്, ശരിയായ വിശ്വാസം. റൈറ്റ് നോളജ്, ശരിയായ നോളജ്, അറിവ്. റൈറ്റ് ആക്ഷൻ, ശരിയായ പ്രവൃത്തി. These are the three jewels of a life in a human being. Clear? Clear? Okay. Last paragraph. Mahavira did not believe in the caste system. He said that an individual was born into a particular caste according to the good and bad deeds of his previous birth. He however taught that everyone, irrespective of his caste, could attain liberation by performing good deeds. എന്താ പറഞ്ഞ അദ്ദേഹം? അദ്ദേഹത്തിന് കാസ്റ്റ് സിസ്റ്റത്തിൽ ബിലീവ് ചെയ്തോ? വിശ്വസിച്ചോ? ഇല്ല, അദ്ദേഹത്തിന് ഒന്നില്ല, കാസ്റ്റ് സിസ്റ്റം ഇല്ല. എല്ലാവരും, ഓൾ പീപ്പിൾ ആർ ഈക്വൽ. അല്ലെ? ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു മിനിറ്റ് മോനെ, പ്ലീസ് വെയിറ്റ്. Then he said that an individual was born into a particular caste according to good and bad deeds of his previous birth. However, taught that everyone, irrespective of his caste, could attain liberation by performing good deeds. അപ്പൊ അദ്ദേഹവും കാസ്റ്റ് സിസ്റ്റത്തിൽ വിശ്വസിച്ചിരുന്നില്ല. ആരെ? മഹാവീരൻ. അല്ലെ? എന്തായിരുന്നു ജസ്റ്റിസ് പറഞ്ഞു? ഇല്ല, ഒന്നുമില്ല. ഓക്കെ മോനെ ഹെവനെ, മനസ്സിലായോ മിസ് പറഞ്ഞത്? Any doubt you have? This lesson is too simple. അല്ലേ? നല്ല രസമില്ലേ പഠിക്കാൻ? നല്ല എളുപ്പമുള്ള കാര്യമാണ്. നെക്സ്റ്റ് സ്പ്രെഡ്. Mahavira's original teachings were first preserved through the oral tradition. They were later written down. Over time, Jainism became popular from Odisha in the east to Gujarat in the west and also in the south, as far as Mysuru. Later, it spread to Rajasthan, Karnataka, and Andhra Pradesh. The Jain monks established monasteries at all these places. ആദ്യം നമ്മുടെ മഹാവീരന്റെ ടീച്ചിങ്സ് എങ്ങനെയായിരുന്നു? ഓറൽ ടീച്ചിങ് ആയിരുന്നു, അല്ലെ? were preserved through oral teaching. They were later written down. അതിനുശേഷം ആദ്യമൊക്കെ അദ്ദേഹം പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. പിന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി? എഴുതാൻ തുടങ്ങി, അല്ലെ? റിട്ടൺ റെക്കോർഡ്സ് അല്ലെങ്കിൽ റിട്ടൺ എഴുതിയിട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. ജൈനിസം became popular from Odisha. ഒഡീഷയിൽ നിന്നാണ് ജൈനിസം പോപ്പുലർ ആയത്. എങ്ങോട്ടേക്ക്? ഇൻ ദ ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ് ടു ഗുജറാത്ത്. ഒഡീഷയിൽ നിന്ന് ഗുജറാത്തിലേക്കും സൗത്തിലേക്കൊക്കെ വ്യാപിച്ചു, മൈസൂരിലൊക്കെ വ്യാപിച്ചു. Then later it spread to Rajasthan. അവസാനമായി എങ്ങോട്ടേക്കും വ്യാപിച്ചു? രാജസ്ഥാനിലേക്കും ജൈനിസം വന്നു, അല്ലെ? കർണാടകയിലേക്ക് വന്നു. Then ആന്ധ്രാപ്രദേശിലേക്ക്, അല്ലെ? ആന്ധ്രാപ്രദേശിലും രാജസ്ഥാൻ കർണാടകയിലും വരെ ജൈനിസം എത്തിപ്പെട്ടു. Then next, the Jains later got divided into two groups or sects. That Digambaras or the sky clad, that is those who do not wear clothes, and the Shvedambaras or the white clad, that is those who wear only white clothes. അങ്ങനെ ജൈനിസത്തിൽ രണ്ട് പാർട്ട് ഉണ്ടായി. ജൈനിസത്തെ രണ്ട് ഭാഗങ്ങളായി തരംതിരിച്ചു. എന്തൊക്കെയത്? ദിഗംബരാസ് ആൻഡ് ശ്വേതംബരാസ്. The Jains later got divided into two groups. ജൈനിസത്തിലെ ജൈൻ മോനെ ജസ്റ്റസ് ജീവ അടി ശ്രീ വിഷ്ണു ജുവാന. അപ്പം ജൈനിസത്തിലെ ജനങ്ങളെ അവർ രണ്ടായി തരംതിരിച്ചു.
is divided into two groups, two sections. First one is Digambaras and second one is Shvedambaras. Digambaras എന്ന് പറഞ്ഞാൽ സ്കൈ ക്ലാഡ് ആണ്, അതായത് who do not wear clothes. അവരെന്ത് ധരിക്കില്ല? ഡ്രസ് ധരിക്കില്ല. ഡ്രസ് ധരിക്കാത്ത ആൾക്കാർ മുകളിലാണ് കേട്ടോ. ഡ്രസ് ധരിക്കാത്ത ജെയിൻസ്. പിന്നെ രണ്ടാമത്തത് ശ്വേതംബര. ശ്വേതംബരാസ് മീൻസ് വൈറ്റ് ക്ലാഡ്. അത് അവരെന്തായിരിക്കും? വെള്ള വസ്ത്രം ധരിക്കുന്ന ആൾക്കാർ. മനസ്സിലായോ? Two types of Jains. Jains can be divided into two sections. First one is Shvedambara and second one is Digambara. Digambaras are the Jains. They didn't wear anything. They didn't wear clothes. വസ്ത്രം ധരിക്കാത്ത ആൾക്കാര്. പിന്നെ Shvedambaras are the Jains. They wear white clothes. They are white clad. So they wear white dress, white clothes. Clear? ഡ്രസ് ഇല്ലാത്ത ഒരു കൂട്ടം ജെയിൻസ് എന്നും വെള്ള ഡ്രസ് ധരിക്കുന്ന ഒരു കൂട്ടം ജെയിൻസ് എന്നും, അങ്ങനെ രണ്ട് പാർട്ടായി തിരിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഉപനിഷത്ത്. അടുത്തോ ബാക്കി അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അടുത്താ കുറച്ച്. ഓക്കെ, വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കണേ. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ വൺ വേർഡ് ആൻസർ കണ്ടെത്തുക. അതായത് ടിക്ക് ദ കറക്റ്റ് ആൻസർ ആൻഡ് സെക്കൻഡ് വൺ കറക്റ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ചേഞ്ചിങ് ദ അണ്ടർലൈൻഡ് വേർഡ്സ്. ഈ രണ്ട് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ ഹോംവർക്ക് ആണ് കേട്ടത്. ആ ചെയ്തു. കഴിഞ്ഞു. അത് ചെയ്തുവോ? മിസ് ഞാൻ അത് ചെയ്തു കഴിഞ്ഞു. ഓക്കെ. ടിക്ക് ദ കറക്റ്റ് ആൻസറും താഴത്തെ ചേഞ്ച് ദ വേർഡും ആ രണ്ടും ചെയ്യാം. എന്തായിരുന്നു ശ്രീവിഷ്ണു, ഞാൻ അൺമ്യൂട്ടിനുള്ള ഓപ്ഷൻ തരുന്നത് കാണുന്നില്ലേ നീ? മിസ് എനിക്ക് ഇപ്പഴാ കിട്ടിയേ. ഞാൻ കട്ടായി പോയായിരുന്നു. ഹോംവർക്ക് എന്തായിരുന്നു മിസ് ഒന്നുകൂടെ പറയോ? ഹോംവർക്ക് ടിക്ക് ദ കറക്റ്റ് ആൻസറും പിന്നെ കറക്റ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ബൈ ചേഞ്ചിങ് ദ അണ്ടർലൈൻഡ് വേർഡും. ഓക്കെ. Okay, bye. See you in the next class on Friday. Coming Friday. Okay, bye.